അപ്പോൾ ഹലോ ഗൈസ്, തായ്ലൻഡ് മീഡിയയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോങ് നോങ് വില്ലേജിലോട്ടാണ് പോകുന്നത്. നമ്മൾ ടൈറ്റോപ്പിയയിലായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ അടുത്ത ലൊക്കേഷനിലോട്ട് പോകാം കേട്ടോ. ഹൗ മച്ച് ബാത്ത് പെർ ലിറ്റർ? പെർ ലിറ്റർ ഹൗ മച്ച് ഡീസൽ? ആ ബാത്ത് Off it. ആ Not off it. Diesel price. പ്രൈസ് 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 ഡീസൽ ഡീസലിൻ്റെ പ്രൈസാണ് ഞാൻ ചോദിക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷേ പുള്ളിക്ക് മനസ്സിലായില്ല. ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ച് ഒന്ന് ചോദിച്ചു നോക്കാം. ราคาดีเซล 1 ลิตร ഓക്കെ, അപ്പോൾ അത് സെറ്റ്. എപ്പോഴും സീറ്റ് ബെൽറ്റ് ഇടുക. അപ്പോൾ നമുക്ക് പോയാലോ? നമുക്കൊരു ഏകദേശം ഒരു 50-60 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ചേട്ടൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളി. ഇതും ഞാൻ പറഞ്ഞ പോലെ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എക്സ്പ്രസ് വേസ് ആണ് റോഡ് മൊത്തം. പക്ഷേ ടോളുണ്ട്. ടോള് അടച്ചടച്ചാണ് പോകുന്നത്. പക്ഷേ നല്ല റോഡുകളാണ്, വേഗം എത്തുകയും ചെയ്യും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ടോളടയ്ക്കാൻ പോകുന്നു. ടോൾ എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. 200 ബാത്തോ അങ്ങനെന്തോ ആണെന്ന് തോന്നുന്നു. 150 ബാത്താണെന്ന് തോന്നുന്നു. ഓക്കെ, ടോളടച്ചു. നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നു. 6 വരി പാത 8 വരി പാതയൊക്കെയാണ് മൊത്തം. അതുകൊണ്ട് തന്നെ ഒരു 100-120 ഇങ്ങനെ പറന്നു പോവാം. കൂടുതലും നമ്മുടെ ഇവിടെ റോഡുകളിൽ കാണുന്നതെല്ലാം ജാപ്പനീസ് വണ്ടികളാണ്. ഇതാ ഒരു ടെസ്ല പോകുന്നു. നൈസ്. ഇവിടെ ഇലക്ട്രിക് വണ്ടികൾ അത്ര പോപ്പുലർ അല്ല, എന്നാലും ടെസ്ല അത്യാവശ്യം പോപ്പുലർ ആണെന്നാണ് കേട്ടത്. പിന്നെ മറ്റു വണ്ടികളിലോട്ട് വരുമ്പോഴത്തേനും കൂടുതലും ജാപ്പനീസ് വണ്ടികളാണ് ഉള്ളത്. ലൈക്ക് ടൊയോട്ട, മിത്സുബിഷി, സുബറു, മസ്ദ അങ്ങനത്തെ വണ്ടികളാണ് കൂടുതലുള്ളത്. പിന്നെ ഇതുപോലത്തെ പിക്കപ്പ് ട്രക്സും ഉണ്ട് കേട്ടോ. പിക്കപ്പ് ട്രക്സ്, മറ്റേ ഹൈലെക്സും അങ്ങനത്തെ വണ്ടികളൊക്കെ കൂടുതൽ കാണാം. പിന്നെ ഫോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഫോർഡും കാണാറുണ്ട്. അത്യാവശ്യം കൊള്ളാം, രസമുണ്ട്. ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല രസമാണ്. അതൊരു സുബറു പോകുന്നു, പിന്നെ അതാ ഒരു സിറ്റി പോകുന്നു. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഭയങ്കര കോമൺ ആണ് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ അങ്ങനെ നോങ് നോങ് വില്ലേജിലോട്ട് എത്തിയിട്ടാവും. അപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് മരങ്ങളൊക്കെ കാണാൻ സാധിക്കും. താഴെ ഫ്ലാഗും കാണാം. അപ്പോൾ ഇത് ജസ്റ്റ് എൻട്രി ആട്ടോ. എൻട്രി കയറുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കി. രണ്ട് സൈഡിലും മരങ്ങളൊക്കെ നിൽക്കുന്നത് തന്നെ നല്ല ഭംഗിയുണ്ട്. നല്ലൊരു ഫ്രെയിം അല്ലേ. നീല ആകാശം നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം വെയിലുണ്ട്. വണ്ടിക്കകത്തായതുകൊണ്ട് നല്ല സുഖമാണ്. ഇവിടെ ഫിലിം പൊട്ടിക്കാന്ന് എനിക്ക് തോന്നുന്നു. അകത്തൊക്കെ നല്ല തണുപ്പുണ്ട്. വലിയ വെയിലകത്ത് വരുന്നില്ല. അപ്പോൾ എന്തായാലും രണ്ട് സൈഡിലും ചെടികൾ കാണാം. നല്ല രസമുണ്ട്. ഇത് കുറച്ച് ദൂരം ഉണ്ടെന്ന് തോന്നുന്നു അകത്തോട്ട്. അത് നോക്കാം. ഇതൊരു വലിയ ചെടികളെന്ന് നോക്കി. വലിയ ചട്ടി, വിശാലമായ റോഡ്. അപ്പോൾ ഈ റൈറ്റ് സൈഡിലേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കുറേ ആനകളെ കാണാൻ പറ്റും. കണ്ടോ? റൈറ്റ് സൈഡ് മൊത്തം ആനകളാണ്. അപ്പോൾ ഈ ആനകൾ എങ്ങോട്ട് നോക്കുന്നത് കണ്ടോ? ലെഫ്റ്റ് സൈഡിൽ കുറേ ഫ്രൂട്ട്സ് ഇരിക്കുന്നുണ്ടല്ലേ. ഇതൊരു ഒറിജിനാലിറ്റി. നല്ലൊരു ഭംഗിയുണ്ടല്ലേ. ദുരിയാന്, മറ്റേ പപ്പായ, ഡ്രാഗൺ ഫ്രൂട്ട്, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്. അതിൻ്റെ ഒറിജിനൽ രൂപം പോലെ തന്നെ ഇരിക്കുന്നല്ലേ. അപ്പോൾ ഈ ആനകൾ ഈ ഫ്രൂട്ട്സ് തിന്നാൻ വേണ്ടി ലെഫ്റ്റ് സൈഡിലോട്ട് വരുന്നു എന്ന രീതിയിലാണ് നിൽക്കുന്നത്. കൊള്ളാം അല്ലേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി കുറേ സംഭവങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. നമുക്ക് വഴിയെ കാണാം. അപ്പോൾ ഈ സംഭവം എന്ന് പറയുന്നത് നോങ് നോങ് ട്രോപ്പിക്കൽ ഗാർഡൻ ആണ് കേട്ടോ. അപ്പോൾ ഈ ഗാർഡൻ ഏകദേശം ഒരു 600 ഏക്കർ സ്ഥലത്ത് വരുന്ന കുറേ ചെടികൾ നട്ടുപിടിപ്പിച്ച ഒരു ഗാർഡനാണ്. ലോകത്തെ ടോപ്പ് 10 ഗാർഡനുകളിൽ ഒന്നാണ്. അത്രയും ഭംഗിയുള്ളൊരു ഗാർഡനാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മുടെ ഫ്ലാഗ് അവിടെ പറക്കുന്നത് കാണാൻ സാധിക്കും. മറ്റു ഫ്ലാഗ്സൊക്കെ കാണാം. പൊരി വെയിൽ, പൊരി വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിൽ അല്ലേ. എൻ്റെ കൊള്ളാം അല്ലേ. സ്പെരിക്കൽ LED സ്ക്രീൻ. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നമുക്ക് ടിക്കറ്റ് എടുത്താലാന്ന് പറഞ്ഞു. ഇവിടെ കയറുമ്പോൾ തന്നെ ഇഷ്ടംപോലെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകാം. Elephant show. Elephant show ni lah. Limong. Elephant show ni. Oh, 1:30. 1:30 Time. Time. Oh, okay. แล้วก็ลัน 130 വരെ ഉണ്ടെന്നോ? ഇല്ല, 1:30 കയറണമെന്ന്. കയറണം. 130 കയറാൻ പറ്റുള്ളൂ. അല്ലെന്ന്, ഈ എലിഫന്റ് ഷോ എന്ന് പറഞ്ഞ സംഭവം 1:30 ഉള്ളത്. അപ്പോൾ അന്നേരം കയറണമെന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ളത്ตัวนี้บัตรรถก๊อฟมันอยู่ไทเกอร์โทเปียใช่ไหมรถก๊อฟก็ขับวนไป
ചേട്ടൻ പറഞ്ഞാൽ ഏതാണ്ടൊക്കെ മനസ്സിലായി, എന്നാലും ചില കാര്യങ്ങളൊന്നും മനസ്സിലായില്ല. നമുക്ക് വഴി കണ്ടുപിടിക്കാൻ കുഴപ്പമില്ലല്ലോ. പുള്ളി വേറെ എന്തോ പറയാൻ വേണ്ടിയിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുക്കാൻ തോന്നുന്നു. എന്തായാലും നമുക്ക് നോക്കാം.บัตรบริเวณโชว์แล้วก็ที่ลานเดี๋ยวผมจะไปชี้บอก പുള്ളി കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ നമുക്ക് നോങ് നോങ് ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് എഴുതിയേക്കുന്നത് കാണാം. നല്ല ഫ്രെയിം അല്ലേ, അടിപൊളി, നല്ല രസമുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇതാ ഇവിടെ കുറേ വണ്ടികൾ കിടപ്പുണ്ട്. അത് നമുക്ക് വഴിയെ കാണിച്ചു തരാം. അത് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ലാർജസ്റ്റ് ഗാർഡൻ ഇൻ ദ വേൾഡ്. കൊള്ളാം അല്ലേ, നല്ല രസമായിട്ട് അവർ ഈ ചെടികളെല്ലാം ചെയ്ത് ചെയ്യുന്നത്. ഞാൻ വഴിയെ കാണിച്ചു തരാം. അടിപൊളി, ഒത്തിരി ഭംഗിയ കാക്ടസ് പല രൂപത്തിൽ. ഒത്തിരി ഹൈറ്റ് അല്ലേ. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, ഈ ട്രോപ്പിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഏകദേശം 600 ഹെക്ടറാണ്. അപ്പോൾ ഇത് മൊത്തം നമുക്ക് നടന്ന് കാണുന്നത് അസാധ്യമാണ്. അപ്പോൾ അതിൽ നല്ലത് ഇതേപോലെ ബസ്സുകളുണ്ട്. ഈ ബസ്സിനകത്ത് നമുക്ക് കയറി ഇതൊന്ന് റൗണ്ട് ചുറ്റിയിട്ട് വരാം. അപ്പോൾ അതിനുള്ള ടിക്കറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ ആദ്യം എടുത്തിരുന്നത്. അത് മാത്രമല്ല കുറച്ച് അതർ ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്, ഞാൻ വഴിയെ പറയാം. ഇതിനകത്ത് കയറി നമ്മൾ വേറെ ടിക്കറ്റ് എടുക്കണം തോന്നുന്നു, അത് നമ്മുടെ ഇല്ല. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബസ്സിൻ്റെ അടുത്തേക്ക് നടന്നെത്തുവാണ്. ഇവിടുന്ന് എപ്പോഴും ഇങ്ങനെ ഒരു ബസ്സുണ്ട്, ഒരു ലൈക്ക് 5 മിനിറ്റ്സ് കൂടുമ്പോൾ ഓരോരോ ബസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൊടുക്കുന്നു, പഞ്ച് ചെയ്യുന്നു, കയറുന്നു, ഇതാണ് സംഭവം. പക്ഷേ ഞാൻ കൊടുത്ത ടിക്കറ്റിനകത്ത് എന്തോ വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അമ്മയുടെ കയ്യിൽ അത് വേറെ ടിക്കറ്റ് ഉണ്ടായിരുന്നു, അതായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു പ്രശ്നമുണ്ടായി. ലൈക്ക് ആ ടിക്കറ്റിലായിരുന്നു പഞ്ച് ചെയ്യേണ്ടത്, പക്ഷേ വേറെ ടിക്കറ്റിലായിരുന്നു പഞ്ച് ചെയ്തത്. അതൊക്കെ സാറിയില്ല, അത് നമുക്ക് സെറ്റാക്കി തന്നു. มีแค่อันนี้ เขามีตัวไหมตัวมันจะมี you have the another one มันจะ like มีชุดหนึ่งไหม you have the another 3 tickets. you only have 3เอาเขามีแค่3อันนะครับ എനിക്കിട്ട് മതി. อยู่นี่ให้เอาให้อาราทักที അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ടിക്കറ്റ് 3 ടിക്കറ്റ് പഞ്ച് ചെയ്ത് തന്നു. നമ്മൾ ബസ്സിനകത്ത് കയറുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഇലക്ട്രിക് അല്ലെന്ന് തോന്നുന്നു, പെട്രോൾ ബസ്സാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നമ്മുടെ ഈ ഡ്രൈവർ കം ടൂർ ഗൈഡ് പോലത്തെ ചേട്ടനാണ് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പക്ഷേ ഒന്നും മനസ്സിലാകുന്നില്ല, പുള്ളി തായ് ഭാഷയിലാണ് പറയുന്നത്, അതുകൊണ്ട് ഒന്നും മനസ്സിലാകത്തില്ല. പക്ഷെ പുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ ആനയുടെ വലിപ്പം കണ്ടോ, എന്തൊരു ഹൈറ്റല്ലേ. അയ്യോ, ആന കൊമ്പ് കണ്ടോ, എന്തൊരു നീളോ. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഗോപ്രോയിലാണ്. അതുപോലെ വേറെ ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമൻസിൽ അറിയിക്കണേ. പിന്നെ ഇതേപോലെ നമുക്ക് കുറേ സ്കൾപ്ചേഴ്സ് കാണാൻ പറ്റും. എല്ലാം നല്ല ഭംഗിയുണ്ട്, നല്ല ഒറിജിനാലിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ കാണുന്നതെല്ലാം ചെറുതായിട്ട് നമുക്ക് തോന്നും, ബിക്കോസ് ഇത് വൈഡ് ആംഗിൾ ആയതുകൊണ്ട്. ഈ ക്യാമറ വൈഡ് ആംഗിൾ ആയതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് കാണുന്ന സാധനങ്ങളെല്ലാം ഭയങ്കര ചെറുതാണെന്ന് തോന്നും, പക്ഷേ അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് കേട്ടോ. ഇവിടെ കാണുന്നില്ല, നല്ല രസമുണ്ടല്ലോ ഈ സ്കൾപ്ചേഴ്സൊക്കെ, നല്ല രസമായിട്ട് ഇവർ ചെയ്ത് വെച്ചേക്കുന്നു. ഇതൊരു ഏരിയ എന്നറിയോ ഇവർ ഈ ചെടികളൊക്കെ നട്ട് അടിപൊളിയാക്കി എടുത്തേക്കുന്നത്, ഇത് സമ്മതിക്കണം. അത് കണ്ടില്ലേ, എന്തോരം ആമയുടെ ഇടയ്ക്ക് ചെടിയെല്ലാം നല്ല കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് വൃത്തിയായിട്ട് വെച്ചേക്കുന്നു. ഇതൊരു ലേബറസ് ആയിട്ടുള്ളൊരു ജോലിയായിരിക്കും അല്ലേ. എല്ലാ ദിവസവും ഇത് മെയിൻറ്റെയിൻ ചെയ്യണം, വെള്ളം ഒഴിക്കണം. അടിപൊളി. അപ്പോൾ നിങ്ങളുടെ ചെടി ഭ്രാന്തന്മാരെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പിന്നെ ഞാനിത് ഫുൾ എല്ലാ സാധനങ്ങളും കാണിക്കുന്നില്ല, ബിക്കോസ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അപ്പോൾ ഞാൻ കാണുന്നതിൻ്റെ എല്ലാ ചെറിയ പോർഷൻസ് കാണിച്ചു തരാം. ബാക്കി നിങ്ങളിവിടെ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. അപ്പോൾ നിങ്ങളെന്തായാലും പട്ടായയിൽ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ നഴ്സറിയിൽ അഥവാ ട്രോപ്പിക്കൽ ഗാർഡൻ മിസ് ചെയ്യരുത്. മിസ് ചെയ്താൽ നിങ്ങൾക്ക് വല്ലാത്തൊരു മിസ്സായിരിക്കും.
മാത്രമല്ല ഇതിൻ്റെ രണ്ട് സൈഡിലും ചെടികളും സ്കൾപ്ചേഴ്സൊക്കെയാണ് കേട്ടോ. നമുക്ക് ഒരു സൈഡ് മാത്രം നോക്കിയിരുന്നു കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. രണ്ട് സൈഡിലും എല്ലാ സംഭവങ്ങളും അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഒരു സെറ്റ് ഓഫ് ചെടികളാണിത്. ഇത് ഏത് ചെടികളാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പല കളേഴ്സുള്ള ഇലകളുള്ള ചെടികളുണ്ട്. എല്ലാം ഗ്രീൻ ഹൗസിലാട്ടോ ഇത് ചെയ്തേക്കുന്നത്. കണ്ടില്ലേ എന്ത് രസമായിട്ട് ഒരു ചെയ്ത് വെച്ചത്. ഗ്രീൻ ഹൗസ് ഉണ്ട്, മാത്രമല്ല വെള്ളം ഒഴിക്കുന്നുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇതൊരു tedious ടാസ്ക്കാന്ന് പറയും. കണ്ടില്ലേ ആൾക്കാർ വെള്ളം ഒഴിച്ചുണ്ടാക്കുന്നത്. നല്ല വെയിലാട്ടോ ഇപ്പോൾ. അപ്പോൾ ഇതുവഴി ഇറങ്ങി നടക്കണമെന്ന് വെച്ചാൽ നടക്കൂല. ഒന്നാമത് നല്ല വെയിൽ, പൊരിഞ്ഞ വെയിലാട്ടോ. പക്ഷെ നല്ല വെയിലായതുകൊണ്ട് നല്ല വീഡിയോ എടുക്കാൻ പറ്റും, അങ്ങനെ കൂട്ടമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇത് അഡീനിയം ചെടികൾ വെക്കുന്നതാണ്. അതിൻ്റെ വേരുകളൊക്കെ ഉണ്ടല്ലോ, എന്ത് ഭംഗിയല്ലേ. ആ ചട്ടിക്കകത്ത് അവരത് നല്ല രസമായിട്ട് ചെയ്ത് വെക്കണം. ഇത് അഡീനിയം നഴ്സറി. ഇതുപോലെ പല പല സെക്ഷൻസ് ഓഫ് നഴ്സറികളാണ് ഉള്ളത്. അതിനകത്ത് ഓരോ സെക്ഷനിലും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ്, വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കാണാത്ത കുറേ ടൈപ്പ് ചെടികളൊക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇത് ഡബിൾ കോക്കനട്ട് എന്ന് പറയും. ഇതിൻ്റെ സീഡ് വളർന്നു വരാൻ തന്നെ കുറേ സമയം എടുക്കും. മാത്രമല്ല ഇതിന് നല്ല ആയുസുള്ളൊരു ചെടിയും കേട്ടോ. ലാർജസ്റ്റ് സീഡുമാണ് ഈ ഡബിൾ കോക്കനട്ട് എന്ന് പറയുന്നത്. ഈ ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇത് കാണാൻ സാധിക്കും. ഇതൊരു അടിപൊളി ചെടി കേട്ടോ. ഇതൊരു ഹൈറ്റാണ്, എന്തൊരു വലുപ്പം നോക്കി, നല്ല രസമുണ്ടല്ലേ. ഇതാ പിന്നെയും കണ്ടിന്യൂസ് ആയിട്ട് ഇതാ വീണ്ടും അടുത്ത സെറ്റ് ഓഫ് ചെടികളും. അത് കണ്ടോ ഗൈസ്, അതെല്ലാം കാക്ടസാണ്, കണ്ടില്ലേ, അടിപൊളി. പിന്നെ ഇതാ അടുത്ത സെറ്റ് ഓഫ് ചെടികൾ. എന്ത് കളേഴ്സാന്ന് നോക്കി, റെഡ് പിങ്ക് അതെല്ലാം ഇലകൾ കേട്ടോ. എൻ്റെ ഒരു പേര് പറയായിരുന്നു, ഞാൻ പേര് പറഞ്ഞു. എനിക്ക് ചെടി ഭ്രാന്തന്മാരുടെ സ്വർഗ്ഗം കേട്ടോ. ചെടി ഭ്രാന്തന്മാർക്ക് ഭ്രാന്താവും ഇത് കണ്ടു കഴിഞ്ഞാൽ. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാനിതെല്ലാം കാണിക്കത്തില്ല, ഞാൻ കുറച്ച് എല്ലാം കൂടെ ഒരുമിച്ച് കാണിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ത്രില്ല് പോകുമല്ലോ. ഇത് കണ്ടില്ലേ, ചട്ടിക്ക് ഇടയിൽ കൂടെ ചെടികളൊക്കെ വളർന്നു വരുന്നേക്കുന്നു. ചട്ടികൾ പല ഷേപ്പ് കണ്ടില്ലേ, കൊള്ളാം അല്ലേ, അടിപൊളി. ഗൈസ് ഇതെന്താ സംഭവം എനിക്ക് മനസ്സിലായോ? ഇതെല്ലാം കാക്ടസാണ് ബ്രോ. കാക്ടസാണ് ഈ വളർന്നു നിൽക്കുന്നത്, പല പൂവിട്ട് നിൽക്കുന്നതാണ് കാക്ടസ്. ഈ മഞ്ഞ, ഓറഞ്ച്, പിങ്ക്, അങ്ങനെ പല കളേഴ്സിൽ, റെഡ്, ആ കളേഴ്സിലെല്ലാം പൂത്ത് നിൽക്കുന്ന കാക്ടസാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്ര ചെടിയാന്ന് നോക്കി. ആ ഗ്രീൻ ഹൗസ് കണ്ടില്ലേ, നല്ല ഹൈറ്റിലായി ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. എന്തൊരു ഭംഗി. അയ്യോ, നേരിട്ട് കാണാൻ ഇതിലും രസമാണ് കേട്ടോ. എൻ്റെ അമ്മോ, ഇതുപോലെ അപ്പുറത്തെ സൈഡിലുണ്ടെന്ന് ആലോചിക്കണം. ഇതിപ്പോൾ നമുക്ക് ഓരോ സ്റ്റോപ്പിൽ വേണമെങ്കിൽ ഇവർ നിർത്തി തരും. അവിടെ നിർത്തി നമുക്ക് അത് കണ്ടു തീർത്തതിന് ശേഷം ആ ബസ് അങ്ങ് പോവും. അതിന് തൊട്ട് കുറേയുള്ള ബസ് നമുക്ക് കയറിയിട്ട് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ നടന്നിട്ട് നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ കാണുന്നതിനകത്ത് വിഷയമൊന്നുമില്ല. പക്ഷേ ഈ നല്ല വെയിലത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ സാഹസത്തിന് മുതിർന്നില്ല. കണ്ടില്ലേ, ഇതൊരു ഹെർബേറിയാണ്. ലൈക്ക് കുറേ ചെടികൾ നമുക്ക് കാണാം, ഷ്രബ്സും പൂക്കളുള്ള ചെടികളാണ്. നമ്മൾ ഇച്ചിരി മുമ്പ് കണ്ട മോണിമെൻറ്റ്സ് എല്ലാം നമുക്ക് കാണാം. രസമുണ്ട് അല്ലേ, സ്കൾപ്ചേഴ്സ് ഒക്കെ കാണാം, നല്ല രസമുണ്ട്. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ കാര്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാവുന്നു. പുള്ളി ഇടയ്ക്ക് ഇച്ചിരി ഇംഗ്ലീഷിൽ പറഞ്ഞെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനസ്സിലാവില്ല. നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് ഡിനോസർ വാലി ആട്ടോ. ഇവിടെ എന്ത് സംഭവം വെച്ചാൽ ഡിനോസേഴ്സിൻ്റെ പല രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനലാന്ന് തോന്നും. കണ്ടില്ലേ എന്തൊരു ഭംഗിയാന്ന് നോക്കി. ഇതെല്ലാം നല്ല ഒറിജിനൽ ഡിനോസേഴ്സ് പോലെ തന്നെ ഉണ്ടല്ലേ, നൈസായിട്ടുണ്ട്. എന്തൊക്കെ കളേഴ്സാന്ന് നോക്കി. ഇതെല്ലാം പണ്ട് ജീവിച്ചിട്ടുണ്ടെന്ന ജീവികളാന്ന് ആലോചിക്കണം. ഇത് രസമായിട്ട് ഒരു ചെയ്ത് വെച്ചേക്കുന്നത്. കൊച്ചു പിള്ളേരൊക്കെ വരികയാണെങ്കിൽ അവർക്കും ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും കേട്ടോ. നമ്മുടെ ഈ കയറിയ വണ്ടിക്കകത്ത് കുറേ കൊച്ചു പിള്ളേരുണ്ട്, അവരൊക്കെ ഇങ്ങനെ വണ്ടടിച്ചിരിക്കുന്നത് കാണാം. നമ്മളും വണ്ടടിച്ചിരിക്കുന്നത്. എന്തൊരു രസമെന്ന് നോക്കി. ഇത് കണ്ട, ഇതെന്ത് സംഭവം, കൊള്ളലേ. അപ്പോൾ ഇതെന്തായാലും എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ മിസ്സാക്കരുത് പട്ടയിൽ വരികയാണെങ്കിൽ. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ബിക്കോസ് ഇത് ഓൾറെഡി പാക്കേജിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. എന്തായാലും അത് മിസ് ചെയ്യില്ല. ഇത് കണ്ടത് കെയറോ പോലെ എന്തൊക്കെയോ സെറ്റപ്പ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നു. കൊള്ളാം. അവിടെ പക്ഷേ കയറിയില്ല, വെയിലേ ഭയങ്കര വെയിൽ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് 2-3 സജഷൻസ് ഒക്കെ പറഞ്ഞുതരാം. ഇവിടെ വരുന്നതിന് മുമ്പ് 2 കുപ്പി വെള്ളം കയ്യിൽ വെക്കുക, പിന്നെ സൺഗ്ലാസ് വെക്കുക, പിന്നെ പറ്റുവാണെങ്കിൽ ഈവനിങ് അല്ലെങ്കിൽ മോർണിംഗ് ടൈമിൽ വരാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ച് വെയിൽ കുറവുണ്ടാവും, നിങ്ങൾക്ക് വഴിയിലേക്ക് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ ചെയ്യുമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ബസ് എടുത്താൽ മതി. ബസ് റൂട്ടാണ് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. നമുക്ക് കൂടുതൽ സ്ഥലം കവർ ചെയ്യാൻ സാധിക്കും, എല്ലാം നമുക്ക് കാണാനും പറ്റും. അത് മതിയില്ല നമുക്ക്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെല്ലാം സെറ്റ് ചെയ്യുക. ഒരു കുറച്ച് നേരം നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും കേട്ടോ. കുറേ ആക്ടിവിറ്റീസും കൂടെ ഉണ്ട്, അത് ഞാൻ അടുത്ത വീഡിയോ കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ്സ് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാം ഞാൻ വായിക്കും, അതിൻ്റെ റിപ്ലൈ തരുകയും ചെയ്യും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നല്ല അടിപൊളി തായ്ലാൻഡ് വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.